ഹായ് ഓൾ, വെൽക്കം ടു ആതിര ഇൻസ്പയർ. ഇന്ന് ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് വിജയിക്കാൻ ആത്മവിശ്വാസം മാത്രം മതി ഇതിനെക്കുറിച്ചാണ്. നമ്മുടെ എല്ലാവരും ലൈഫിൽ ഇപ്പോൾ കുറേ കുറുക്ക് വഴി അന്വേഷിക്കുന്നവരെ കാണാറുണ്ട് അല്ലേ? പരീക്ഷ ജയിക്കാൻ വേണ്ടിയിട്ടൊരു യന്ത്രം, ഇനി പ്രണയം വിജയിക്കാനാണെങ്കിൽ അതിനൊരു തകിട്, അതേപോലെ ജോലി കിട്ടാനാണെങ്കിൽ ഏലസ്, ഇതുപോലെ ചില മോതിരങ്ങൾ ഇടുന്ന വിശ്വാസം, ചില ആളുകളെ മണിയടിക്കാനുള്ള വിശ്വാസം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറുക്ക് വഴികൾ അന്വേഷിക്കുന്നവരാണ് നമ്മുടെ ചുറ്റിലെല്ലാം കാണുന്നത്. വിജയിക്കാൻ ആക്ച്വലി ഇത്തരം ഷോർട്ട് കട്ട്സിന്റെ ആവശ്യമില്ല. ഹെൽത്തി ആയിട്ടുള്ള മത്സരത്തിലൂടെ തന്നെ നമുക്ക് ആത്മവിശ്വാസം കൊണ്ട് വിജയം കൈവരിക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ആത്മവിശ്വാസം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് വീഡിയോ ആണ് ആക്ച്വലി ഈ ഒരു വീഡിയോ കേട്ടോ. മത്സരം നിയന്ത്രിക്കുന്നയാൾ നിഷ്പക്ഷനാണ് എന്ന് പറയാറുണ്ട്. അതാണ് എത്തിക്സ്. കാരണം നമ്മൾ നിഷ്പക്ഷനായിട്ടുള്ള ഒരാളുടെ മുൻപിലാണ് നമ്മുടെ ലൈഫിലെ മത്സരം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. നമ്മളെപ്പോലെ തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. പക്ഷേ അവിടെ ഡിഫറൻസ് കൊണ്ടുവരാൻ സാധിക്കുന്നത് നമ്മുടെ ആത്മവിശ്വാസവും നമ്മുടെ ഹാർഡ് വർക്കും ഒന്നുകൊണ്ട് മാത്രമാണ്, അല്ലാതെ ഷോർട്ട് കട്ട്സ് ഒന്നുമല്ല. ഈ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് പിടിച്ചെടുക്കുന്ന ആ ഒരു വിജയത്തിന് മാത്രമേ ആയുസ് കൂടുതലുണ്ടാകൂ. അല്ലാതെ ഷോർട്ട് കട്ടിലൂടെ വന്നതിനൊക്കെ തന്നെ ആയുസ് വളരെ കുറവായിരിക്കും. ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുന്നു വിചാരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ആത്മവിശ്വാസം മാത്രം കയ്യിൽ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുക? ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റുപാടിലുണ്ട് അല്ലേ? എളിയ നിലയിൽ നിന്ന് വിജയം കൈവരിച്ചവരാണ് ബിസിനസ്സിൽ വിജയിച്ചവരിൽ ഭൂരിഭാഗം ഉള്ളത്. എന്താണ് അതിൻ്റെ മുന്നിലുള്ളത്? ഫിനാൻസ് ആണോ? അല്ല. അവരെല്ലാവരും ഫിനാൻഷ്യലി നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടല്ല വിജയം കൈവരിച്ചത്. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കതിൽ വ്യത്യാസം കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പം ബിസിനസ്സുകാരെ തന്നെ എടുത്തു വെച്ച് പഠിച്ചോളൂ. ഇപ്പോൾ റിലയൻസിൻ്റെ കഥയാണെങ്കിലും ശരി, പോപ്പുലറിൻ്റെ കഥയാണെങ്കിലും ശരി, ഇപ്പോൾ നിലവിലുള്ള വലിയ സംരംഭകർ പോലും തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ അവരുടെ തലമുറകൾക്ക് പിന്നെ സ്ട്രഗിൾ ചെയ്തൊരു കാലഘട്ടത്തിനെ കുറിച്ച് പറയാനുണ്ട് അല്ലേ? അതേപോലെ നമ്മുടെ ലൈഫിലും ഇപ്പോൾ ഉള്ള സ്ട്രഗിൾ ഒരു പക്ഷേ നാളെ അത് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറാൻ സാധ്യതയുണ്ട്. ആത്മവിശ്വാസം എന്നൊരു സാധനം നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എങ്കിൽ എന്ത് കാര്യവും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. വിശ്വാസം, ഫെയ്ത്ത്, ബിലീഫ്, കോൺഫിഡൻസ് എന്നൊക്കെ നമുക്ക് പറയാം. നമുക്ക് ഇന്നർ സെൽഫിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം. അതേപോലെ തന്നെ ഒരു സൂപ്പർ നാച്ചുറൽ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം വേണം. ഇതിപ്പം സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്യില്ല. മൈൻഡിന് എപ്പോഴും അൺനോൺ ഫാക്ടേഴ്സിനായിട്ട് നമ്മുടെ ലൈഫിനെ കണക്ട് ചെയ്യുന്നതിനോട് വലിയ താല്പര്യമാണ്. ഇപ്പം നമ്മൾ ലോജിക്കലി പല കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് പറ്റാത്തത് പോലും ഒരു പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരു സൂപ്പർ നാച്ചുറൽ തിങ്ങിനെ വെച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു അൺനോൺ ഫാക്ട് വെച്ച് പറയുമ്പോൾ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഡോക്ടേഴ്സൊക്കെ പറയില്ലേ, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവരാണ്, ഇനി അവർക്കൊന്നും ചെയ്യാനില്ലെങ്കിൽ പറയും ഞങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ പോയി, ഇനി പ്രാർത്ഥിച്ചോളൂ, മനസ്സൊരുക്കി പ്രാർത്ഥിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു പോകുന്നത് പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. റിയൽ ലൈഫ് സിറ്റുവേഷനിലും അത്തരം കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ അവിടെ ഒരു സൂപ്പർ നാച്ചുറൽ തിങ്ങിൽ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അദൃശ്യമായ എന്തോ ഒന്ന് പ്രവർത്തിക്കാനുണ്ട് എന്ന് വിശ്വസിക്കുന്നതിൽ മനുഷ്യൻ്റെ മനസ്സിന് ഒരു രസമാണ്, അല്ലെങ്കിൽ അതൊരു വല്ലാത്തൊരു ശക്തിയാണ് മനസ്സിന് നൽകുന്നത്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും പലതരം മതങ്ങളിൽ വിശ്വസിക്കുന്നതും പലതരം ആചാരങ്ങൾ ചെയ്യുന്നതും. ബിക്കോസ് പ്രവർത്തിക്കാൻ മറ്റെന്തോ ഒന്നുണ്ട്, കാണാത്ത എന്തോ ഒന്ന് ഇൻ കൺട്രോൾ എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ. അപ്പോൾ അത് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വളരെയധികം സഹായിക്കും. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഏലസും തകിടും ഒക്കെ ആളുകൾ കൂടെ കൊണ്ട് നടക്കുന്നത്. ആക്ച്വലി കുറുക്ക് വഴികളൊന്നും ഇല്ലാണ്ട് ഈ ആത്മവിശ്വാസം, ഹാർഡ് വർക്കും നമ്മുടെ ലൈഫിലുണ്ടായാൽ മാത്രം മതി. അതേപോലെ നമ്മുടെ ലൈഫിൽ ചാലഞ്ചസ് വരുന്ന സമയത്ത് അത് മുന്നോട്ട് എടുക്കാൻ അല്ലെങ്കിൽ അതിനൊന്ന് ഫേസ് ചെയ്യാൻ നമുക്ക് സാധിക്കാറില്ല. നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പേടിയായിരിക്കും. കുഞ്ഞു ചാലഞ്ചസ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മുൻപോട്ടേക്ക് എത്താൻ അല്ലേ? അല്ലെങ്കിൽ ഒരു കുഞ്ഞു പ്രശ്നം വന്നു കഴിഞ്ഞാൽ വലിയ വിജയം നമ്മുടെ കയ്യിൽ നിന്ന് തട്ടി മാറ്റപ്പെട്ടു പോകും. ഓരോ പരീക്ഷണ ഘട്ടങ്ങളും നമ്മുടെ ലൈഫിൽ കടന്നു വരുന്നത് നമ്മളെ മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു കളിമണ്ണ് പാത്രം ഉണ്ടാക്കുന്നത്, മാംഗോ മെഡോസിൽ ഒരു പ്രാവശ്യം പോയപ്പോൾ അവിടെ കളിമണ്ണ് ഉണ്ടാക്കുന്ന ഒരു ഏരിയ ഉണ്ട്. കേരളത്തിലെ അഗ്രികൾച്ചറൽ പാർക്കാണ്. നിങ്ങൾ പോയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കോട്ടയം ആ ഒരു സൈക്കാര്യത്തുരുത്തിയാന്ന് തോന്നുന്നു, കോട്ടയം സൈഡിലാണുള്ളത്. മാംഗോ മെഡോസിൽ ഒരു സെഷൻ കളിമണ്ണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പം നമുക്ക് അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും ഇതുപോലെ കലമൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അവിടെ കണ്ടുപഠിച്ചത്, അവിടെ നിന്ന് മനസ്സിലാക്കിയതും കുറേ കഥകളിലൊക്കെ കേട്ടിട്ടുണ്ട്. കുശവൻ കളിമണ്ണ് മെനിയാന്നൊക്കെ പാട്ടുകളിലൂടെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അതേപോലെ ഇവർ കുറേ മണ്ണെടുത്തിടും, കളിമണ്ണെടുത്തിടും, അതിനെ ചവിട്ടി കുഴച്ച് എന്നിട്ടാണ് ഇയാൾ പാത്രം ഉണ്ടാക്കുന്നത്. പാത്രം ഉണ്ടാക്കുന്ന സമയത്ത് ചക്രത്തിലോട്ട് ഉരുട്ടുമ്പോൾ പിന്നെയും വടിക്കും. ഇതിനെ ചവിട്ടുന്നതൊക്കെ കാണുമ്പം ആക്ച്വലി ഇതിനൊരു മനസ്സുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വേദനിക്കും. അങ്ങനെയാണ് കുഴയ്ക്കുക.
ഫൈനലി അത് വരുമ്പോൾ ഒരു വല്ല കലമായിട്ട് അത് വരുമ്പോൾ അത് കാണാൻ അതിന് ഭംഗിയാണ്, ഇറ്റ് ഈസ് യൂസ്ഫുൾ അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ പലതരം സ്ട്രഗിൾസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളെ മോൾഡ് ചെയ്തെടുക്കുകയാണ് ആ സൂപ്പർ നാച്ചുറൽ തിങ്ങോ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വിജയത്തിലേക്ക് പരിപൂർണതയിലേക്ക് എത്താനുള്ള ആ ഒരു ട്രെയിനിങ് സെഷനാണിത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. ആത്മവിശ്വാസത്തോടെ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും നമുക്കതിനെ നേരിടാൻ സാധിക്കണം. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ലൈഫിൽ പലതരം ബാധ്യതകളായിട്ട് അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്, അതിനു വേണ്ടി പുറകെ ഓടി ചാടി മറിഞ്ഞ് റെസ്റ്റ് ഇല്ലാണ്ട് പണിയെടുക്കുക. അപ്പം നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഉള്ളിലൊരു മടുപ്പ് തോന്നുന്നുണ്ടാവും, അയ്യോ ഞാനിങ്ങനെ ഓടുന്നുണ്ടല്ലോ, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ഇതൊന്നും രണ്ടറ്റം എന്നെ കൊണ്ട് കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എനിക്ക് സക്സസ് സ്വന്തമാക്കാൻ സാധിക്കുന്നില്ലല്ലോ, ഞാൻ കുറേ പ്രാവശ്യം എൻട്രൻസ് ചെയ്തു പക്ഷേ എന്നെ കൊണ്ട് പാസ്സാവാൻ സാധിക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഡിസ്റ്റർബൻസ് നിങ്ങളുടെ ഉള്ളിലുണ്ട് എങ്കിൽ ആത്മവിശ്വാസമാണ് നിങ്ങൾക്ക് കുറവ് വരുന്നത്. ജീവിതത്തിൽ എന്തും ഉണ്ടായിക്കോട്ടെ, ഈ പറയുന്ന ഒരു ഘടകം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ആ ഒരു നിമിഷത്തെ, പരീക്ഷ എഴുതുന്ന നിമിഷത്തെ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് നഷ്ടമാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ആ സിറ്റുവേഷൻ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ആ ഒരു ആത്മവിശ്വാസത്തോടെ നേരിടാനുള്ള ആ ധൈര്യം, ആ ഒരു പവർ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കില്ല. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. നമ്മുടെ മുൻപിൽ കുറേ തരം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒരു വഴി അടയുന്നത് മികച്ച മറ്റേഴ് വഴികൾ തുറന്നു തരാനാണെന്ന് ആരോ പറഞ്ഞതുപോലെ നമ്മുടെ ലൈഫിൽ എവിടെയാണോ വഴി അടയുന്നത് അവിടെ സംതിങ് ഗ്രേറ്റ് അല്ലെങ്കിൽ സംതിങ് ബെസ്റ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ. അതിനു വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുന്നതിനോടൊപ്പം വരും എന്നുള്ളൊരു വിശ്വാസം വേണം. നമ്മുടെ ലൈഫിൽ പല ആൾക്കാരും ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ തളർന്നു പോകുന്നതൊക്കെ എന്തുകൊണ്ടാണെന്നറിയോ? ഈ ഒരു കാര്യം ഉള്ളിലില്ലാത്തതുകൊണ്ടാണ്. വിജയിച്ച് വരണം എന്ന് ആഗ്രഹിക്കുമ്പോഴും അവർ ട്രൈ ചെയ്യുമ്പോഴും ഒക്കെയും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ നമ്മൾ തൊട്ടടുത്ത് എത്തിയിട്ടായിരിക്കും തിരിഞ്ഞു നടക്കുന്നതെന്ന് കേട്ടിട്ടില്ലേ? സ്റ്റീഫൻ കോവേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഏതൊരു കാര്യവും ആരംഭിക്കുന്നത് 2 തവണയാണ്. 2 തവണ ഏതൊരു കാര്യവും ആരംഭിക്കുന്നു. ഇപ്പോൾ ബിസിനസ്സിന്റെ കാര്യമാണെങ്കിൽ ആദ്യം അത് ജനിക്കുന്നത് ഒരു സംരംഭകന്റെ മനസ്സിലും പിന്നീട് യഥാർത്ഥമായിട്ടും. അതേപോലെ ഏതൊരു വിജയവും സംഭവിക്കുന്നത് 2 ഇടങ്ങളിലാണ്. ഏതൊരു വിജയവും ജനിക്കുന്നത് 2 ഇടങ്ങളിലാണ്. ഒന്ന്, ആ വിജയിക്കണമെന്ന് വിചാരിക്കുന്ന ആ ആളുടെ മനസ്സിനകത്തും, രണ്ടാമത് അത് റിയലി വിജയിക്കുന്നതും. ഇപ്പൊ ഇതേപോലെ നമ്മുടെ ലൈഫിലുള്ള വിജയങ്ങൾ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിൽ വേണ്ടത് ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസം നമ്മുടെ കണ്ണുകളിലൂടെ, നമ്മുടെ പ്രവർത്തികളിലൂടെ പ്രതിഫലിക്കണം. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തൊരു കാര്യം നിങ്ങൾ എത്ര ചെയ്താലും നന്നാവില്ല. സപ്പോസ് നല്ലൊരു ചായ, കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കണം എന്ന് തോന്നുമ്പോഴും പാലല്ല, വെള്ളം വെച്ചു അതിനകത്തേക്ക് ചായപ്പൊടിയും കുറച്ച് പഞ്ചസാരയും പിന്നെ ഒരു നാരങ്ങ പിഴിഞ്ഞിട്ട് നല്ല സുലൈമാനിയാണെന്ന് വിചാരിക്കുക, നാരങ്ങയും പിഴിയണം. ഇത് പിഴിഞ്ഞാൽ കട്ടൻ ചായ ആവുന്ന എനിക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിലേ എനിക്ക് നല്ല ചായ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം പല ആളുകൾ കാച്ചുന്ന ചായക്ക് പല ടേസ്റ്റ് അല്ലേ? എന്തുകൊണ്ടാണ്? അത് ഇടുന്ന ആളുടെയും ക്വാണ്ടിറ്റിയിലും വരുന്ന വ്യത്യാസമാണ്. നമ്മുടെ ലൈഫിലും വിജയത്തിനുള്ള ഇക്വേഷൻസ് വ്യത്യാസപ്പെടുന്നത് ഈ കട്ടൻ ചായ വയ്ക്കുന്ന പോലെ തന്നെയാണ്. ഞാനിടുന്ന പഞ്ചസാരയും ഞാനിടുന്ന ചായപ്പൊടിയും ഞാൻ ഒഴിക്കുന്ന വെള്ളവും ഒരു പക്ഷെ ഞാൻ പിഴിയുന്ന നാരങ്ങയും അല്ലേ, ഇതന്നെ ആയിരിക്കും എൻ്റെ വീട്ടിൽ ചിലപ്പോൾ എൻ്റെ അമ്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ചായക്ക് ഇടാം. പക്ഷെ പലരും ഇടുന്ന ചായക്ക് വ്യത്യസ്തമായിട്ടുള്ള രുചി വരുന്നത് പോലെ നമ്മുടെ ലൈഫിൽ നമ്മളിടുന്ന കണ്ടൻസ് ആയിരിക്കില്ല. ഔട്ട്കം ഈസ് ഡിഫറെൻറ്റ്. നിങ്ങളുടെ ആത്മവിശ്വാസം, നിങ്ങളുടെ ഹാർഡ് വർക്ക്, നിങ്ങളുടെ ലൈഫിനോടുള്ള അല്ലെങ്കിൽ ആ വിജയിക്കാനുള്ള ആ ഒരു സംഭവത്തോടുള്ള നിങ്ങളുടെ ഡെഡിക്കേഷൻ, ഇതൊക്കെ എത്രത്തോളം കൂടുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫിൻ്റെ വിജയത്തിനും രുചി വ്യത്യാസം ഉണ്ടാകും. സോ ഗൈസ്, നമ്മൾ ഈ വീഡിയോ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യാണ്. ആത്മവിശ്വാസം കൊണ്ട് ജീവിത വിജയം നേടുക. ആത്മവിശ്വാസം കൊണ്ട് ജീവിത വിജയം നേടുക. ആത്മവിശ്വാസം മാത്രം മതി കൈമുതലായിട്ട്. എന്തൊക്കെ ആരൊക്കെ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിന്നാലും നിങ്ങളുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യാം. നിങ്ങളെ കൊണ്ട് സാധിക്കും. ശരി, നിങ്ങളുടെ വലത്തും ഇടത്തും നിന്ന് കൂടെ നിന്ന ആളുകളില്ലേ, ഇതുവരെ നിങ്ങളുടെ കൈ പിടിച്ച് നിന്നവർ, അവരൊക്കെ ഒരൊറ്റ സുപ്രഭാതത്തിൽ ഇല്ലാണ്ടാവുകയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, നീരാവിയായി പോവുകയാണ്, അല്ലെങ്കിൽ മാഞ്ഞു പോവുകയാണ്. അവിടെ നോക്കുമ്പോൾ അടുത്ത വലത്ത് താങ്ങാൻ ഒരു തൂണും നമ്മുടെ ചുറ്റിലും ഇല്ല എന്ന് കരുതുക. പക്ഷെ തോറ്റു പോകരുത്. കാരണം നിങ്ങളുടെ കൂടെ നിങ്ങളുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു വ്യക്തിത്വത്തിനെയാണ് നിങ്ങൾ ജ്വലിപ്പിക്കേണ്ടത്. അവിടെ നിങ്ങൾ ധൈര്യം പകരണം. അതിന് നല്ല നല്ല വീഡിയോസ് കാണുക. അതിന് ഇൻസ്പയറിൽ കുറേ നല്ല നല്ല വീഡിയോസ് ഉണ്ട്, ഇനി ഇടണം എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നല്ല നല്ല വീഡിയോസ് കാണുക, നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല ആളുകളുടെ കൂടെ കൂടുക, നല്ല കാര്യങ്ങൾ പറയുന്നതിന് മാത്രം ചെവി കൊടുക്കുക. എന്നിട്ട് നിങ്ങളെ തളർത്തുന്നവരുടെ മുൻപിൽ ആത്മവിശ്വാസം കൊണ്ട് വിജയിച്ച് കാണിക്കുക. വിജയിക്കാൻ മറ്റു കുറുക്കു വഴികളൊന്നുമില്ല, ആത്മവിശ്വാസം മാത്രം മതി. അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ.
ആർഡർ ഇൻസ്പയറിലെ മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ടെക് ബുജി നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ട് എന്ന് വിചാരിക്കുകയാണ്. ടെക് ബുജിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.